RLV രാമകൃഷ്ണനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ലെന്ന് കലാമണ്ഡലം സത്യഭാമ. സൗന്ദര്യത്തെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായത്തിൽ മാറ്റമില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു എന്തു പറഞ്ഞാലും തനിക്ക് പ്രശ്നമില്ലെന്നും താൻ ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങിയിട്ടില്ലെന്നും അവർ അമൃത ന്യൂസിനോട് പറഞ്ഞു. RLV രാമകൃഷ്ണനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു എന്ന തരത്തിൽ ആരോപണം ഉയരുന്നതിനിടെയാണ് വിശദീകരണവുമായി കലാമണ്ഡലം സത്യഭാമ തന്നെ രംഗത്തെത്തിയത്. താൻ ആരുടെയും പേര് പറഞ്ഞ അധിക്ഷേപം നടത്തിയിട്ടില്ല. താൻ പറഞ്ഞത് RLV രാമകൃഷ്ണനെ കുറിച്ചാണെന്ന് ചില ആളുകൾ വ്യാഖ്യാനിച്ചതാണെന്നും കലാമണ്ഡലം സത്യഭാമ അമൃത വാർത്തകളോട് പറഞ്ഞു. സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കറുത്ത ആളുകൾ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നതിൽ യോജിപ്പില്ല എന്നും അവർ വ്യക്തമാക്കി. ചിലരെ അങ്ങോട്ട് വ്യാഖ്യാനിച്ച് ഇന്ന ആളെയാണ് പറഞ്ഞതെന്ന് അത് പറഞ്ഞ് നമുക്ക് നിവൃത്തിയില്ല. ഞാൻ അതിനകത്തൊന്നും ചാഞ്ചാടുന്ന ആളൊന്നുമല്ല. ആരെന്തോ പറഞ്ഞിട്ട് പൊക്കോട്ടെ. നമ്മൾ അനാവശ്യമായിട്ട് ഒരു വ്യക്തിനെ പറയുകയോ ഒരു മതത്തിനോ ജാതിനെയും പറഞ്ഞിട്ടില്ല. അതെൻ്റെ അഭിപ്രായമാണ്. എൻ്റെ അഭിപ്രായം എനിക്ക് സൗന്ദര്യത്തിനോടും പ്രത്യേകിച്ച് മോഹിനിയാട്ടം കളിക്കുമ്പോൾ ഒരു സൗന്ദര്യം വേണമെന്നുള്ളത് നിർബന്ധം എനിക്കുള്ള ഒരാളാണ്. ഞാനൊരു പയ്യൻ ഒരു കറുത്തിട്ട് നല്ല കറുപ്പുള്ള ഒരു പയ്യൻ അല്ലെങ്കിൽ കാണാൻ ഒരു ഭംഗിയില്ലാത്ത ഒരാൾ മോഹിനിയാട്ടം കളിക്കണത് ഞാൻ പറയും നീ ഭരതനാട്യത്തിലോട്ട് പോ. കലാമേഖലയിൽ നിന്നുള്ളവരുടെ എതിർപ്പുകൾ കാര്യമാക്കുന്നില്ല. താൻ ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങിയിട്ടില്ലെന്നും അവർ പറഞ്ഞു. കലാകാരൻ മൊത്തം നിങ്ങൾക്ക് എതിരാണ്. ഒരു വിരോധമില്ല. എനിക്ക് ആരുടെയും ചെലവില്ല. ബിന്ദു പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇപ്പം എനിക്ക് ആരുടെയും ചെലവില്ല. ഞാൻ പിള്ളേരെ പഠിപ്പിക്കുന്നു, ഞാൻ ജീവിക്കുന്നു. എനിക്ക് ഈ മന്ത്രിസഭയോ മാറി ഇതിന് മുമ്പുള്ള മന്ത്രിമാരൊന്നും നമുക്കൊരു ഒരു പ്രോഗ്രാം പോലും ഇവർ തരില്ല. നിശാഗന്ധിയിലൊക്കെ പരിപാടികൾ നടത്തുന്നുണ്ടല്ലോ. ഇവരിങ്ങനെയൊക്കെ അഭിപ്രായം പറയുന്നുണ്ടല്ലോ. ബിന്ദു മന്ത്രി ഒരു പ്രോഗ്രാം ട്രിവാൻഡ്രത്തൊരു സീനിയർ ടീച്ചേഴ്സിനെ എടുത്തിട്ട് അവരുടെ ഒരു 5 പിള്ളേർക്ക് അങ്ങ് പ്രോഗ്രാം കൊടുക്കുന്ന എന്താ പറയാത്ത? നിശാഗന്ധി ഫസ്റ്റ് നടക്കില്ലേ? ആരെ കൊണ്ടുവരുന്നവരല്ലേ? എല്ലാ വെളിനാടുകളിൽ നിന്നല്ലേ കൊണ്ടുവരുന്നത്? അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം. സൗന്ദര്യത്തെക്കുറിച്ച് പറയാൻ പറ്റിയില്ലെങ്കിൽ കലോത്സവ മത്സരങ്ങളിൽ സൗന്ദര്യത്തിന് മാർക്കിടുന്ന രീതി ഒഴിവാക്കണമെന്ന് സത്യഭാമ ആവശ്യപ്പെട്ടു. നമ്മൾ മാർക്കിടാൻ പോകുമ്പോഴേ 5-6 കോളമുണ്ട് ഒരു പേജിൽ. അവർ അടിച്ചു തരണമാണ്. 10 മാർക്ക് സൗന്ദര്യം, 10 മാർക്ക് അടവുകൾക്ക്, 10 മാർക്ക് അഭിനയത്തിന്, പിന്നെ അപ്പുറത്ത് ഇങ്ങനെ പോയി അവസാനം റിമാർക്സ്. കുട്ടിയുടെ റിമാർക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എഴുതാം. ഞാൻ ചോദിക്കട്ടെ, ഈ സൗന്ദര്യത്തിന് എന്തിനാ ഇട്ടേക്കണവർ? അപ്പം ഞാൻ പൊതുവേ പറയാറുണ്ട്, എന്നാൽ പിന്നെ സൗന്ദര്യ മത്സരത്തിന് പോയാൽ പോരെ സൗന്ദര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ എടുത്ത് കളയട്ടെ. ആദ്യമേ അതെടുത്ത് കളയണം, വേണ്ടേ? അപ്പം ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ കുഴപ്പം. ഇവർ സൗന്ദര്യത്തിൻ്റെ മാർക്ക് ചോദിക്കുന്നുണ്ട്. ഏതായാലും പൊതുസമൂഹത്തിൽ നിന്ന് കടുത്ത വിമർശനം വരുമ്പോഴും തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് കലാമണ്ഡലം സത്യഭാമ. അമൃത ന്യൂസ്, തിരുവനന്തപുരം.